ഹലോ ഗേസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞ് റെസിപ്പി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. റെസിപ്പി വിശദമായിട്ടൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. നമുക്ക് ശാന്തമായിട്ട് ഭക്ഷണം കഴിക്കണം എന്നല്ല എല്ലാവരും പറയാം. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഓഫായിരുന്നു. അപ്പോൾ ആ ഓഫ് ഡേയിൽ അതിസാഹസികമായിട്ടുള്ള വിശപ്പിനെ തളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ വിശപ്പിനെ നമ്മൾ തളർത്തണമല്ലോ. അപ്പോൾ ഞാനുണ്ടാക്കി എടുത്തിട്ടുള്ളൊരു കുഞ്ഞു കുഞ്ഞു റെസിപ്പി എൻ്റെ വീഡിയോസൊക്കെയാണ് എടുത്തേക്കണത്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയൊക്കെ നമ്മൾ ഇവിടെ എടുത്തതൊക്കെ നിങ്ങളെ കൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളും ഇത് കണ്ടൊക്കെ ഉണ്ടാക്കി നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് കൊതി തോന്നിയാലും ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിക്കണതാണ്. അപ്പോൾ ഞാൻ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളിവിടെ തക്കാളി ചമ്മന്തി എന്നൊക്കെ കേട്ടോ പറയണത് എൻ്റെ വീട്ടിലൊക്കെ. അപ്പോൾ അതിലേക്ക് തക്കാളി ചമ്മന്തിയിലേക്ക് സാധാരണ പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. പിന്നെ അതിലേക്ക് സവാളയും തക്കാളി നന്നായിട്ട് വാടി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും പിന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്തിട്ട് അത് പിന്നെ നന്നായിട്ട് ഇളക്കി നമ്മുടെ ഒരു പാകവും അത് മാറ്റി വെക്കുക. പിന്നെ കുഞ്ഞയില വറുക്കാൻ നമ്മളെന്താ അതിന് ഞാനിങ്ങനെ വരിയൊന്നും ഇടാറില്ല കേട്ടോ. ഇതിപ്പോൾ സിമ്പിളായിട്ട് വറുക്കണതല്ലേ. അല്ലാണ്ട് വലിയ അയിലുണ്ടെങ്കിൽ ഞാൻ വരയിടാറുണ്ട്. ചെറിയ അയിലുണ്ടെങ്കിൽ പിന്നെ അത് നുള്ളാനും പറിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നേരെ നെടുകുള്ള തലയോടുകൂടി ഞാൻ കടയിൽ നിന്ന് തന്നെ നന്നാക്കിയെടുത്ത അയിലായിരുന്നു. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഒക്കെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വെക്കുക. ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. കുത്തരി ചോറാണ് ഞാനിവിടെ കഴിക്കുന്നത്. അപ്പം അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ പൊരിക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ പാത്രങ്ങളൊക്കെ തേച്ച് വെച്ച് നമ്മൾ ചെയ്യണ കാര്യങ്ങൾക്കിടയിൽ ഇതൊക്കെ ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിതൊക്കെ മെയിനായിട്ട് ചെയ്യണതും കൂടിയിട്ട് നിങ്ങളെ കാണിച്ചതേ. പിന്നെ അയില പൊരിച്ചെടുത്ത് പിന്നെ അതിലേക്ക് ഞാൻ ഒന്ന് ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ മല്ലിയില കൊത്തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു എണ്ണയിൽ ഞാൻ പച്ചമുളകും കൂടി വറുത്തെടുത്ത്. പച്ചമുളക് എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മീൻ പൊരിച്ച വെളിച്ചെണ്ണയിലാവുമ്പോൾ പ്രത്യേകിച്ചും. പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ വൃത്തിയാക്കി എല്ലാവരും കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് സലാഡ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ലെറ്റ്യൂ ലീഫും പിന്നെ മല്ലിയിലയും ക്യാരറ്റും ഉപ്പും മുളക് പൊടിയും നാരങ്ങയും പിന്നെ അത് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പണികളൊക്കെ കഴിച്ച് പിന്നെ അത് കഴിക്കാനെടുക്കണ ഒരു സമയം ഒരു ബ്രീത്തോട് കൂടിയിട്ട് ഞാൻ ഇട്ട് വെച്ചിട്ടുള്ള നാരങ്ങാച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? അയില പൊരിച്ചത്, ഉണക്കമുളകല്ല പച്ചമുളക് വറുത്തത്, നാരങ്ങാച്ചാറ്, തക്കാളി ചമ്മന്തി, പിന്നെ നമ്മളെ സലാഡ്.